ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അഗെയിൻ. ഇതാണ് എൻ്റെ അയൽവാസി ബെസ്റ്റി. സോ അങ്ങനെ പറയാൻ കാരണം നമുക്ക് കോളേജിലും സ്കൂൾ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, നമ്മളെ വീടിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രേവിങ്സ് വരുമ്പോൾ പൂവല്ലേ വെച്ചാൽ എന്നാൽ പോവാന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഫ്രണ്ടാണ് എൻ്റെത്. സോ അവൾ മൈസൂരിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു മൊമെൻറ്റ് കുറവാണെങ്കിലും ഉള്ള മൊമെൻറ്റ് ഞങ്ങളെപ്പോഴും എൻഗേജ് ആയിരിക്കും. ഈ ഒരു സമയം ഞങ്ങൾ അങ്ങനെ എൻഗേജ് ആവലില്ല. സോ ഞങ്ങൾ തന്നെ ഞങ്ങളെ ബിസി ആക്കി വെച്ചിരിക്കുകയാണ്. എക്സാമൊക്കെ ആയില്ലേ. പക്ഷേ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഞങ്ങളെ ബിസി ആക്കി വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോകണം എന്നുള്ള ഒരു സംഭവമായിട്ട് ഞങ്ങൾ പോയതാണ്. ഇത് നമ്മളെ പാലയമാട് അമ്പലത്തിലെ അകണ്ടനാമാണ്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഞങ്ങൾ എന്താണ് സ്റ്റക്ക് ആവട്ടോ. ഞങ്ങൾ അടിപൊളിയായിട്ട് കുറേ ഇതൊക്കെ നമ്മളെ കുട്ടികളെ സംരംഭമായതുകൊണ്ട് നമ്മളത് മോട്ടിവേറ്റ് ചെയ്യാനും കൂടി നമ്മൾ ഇവിടുന്ന് മേടിക്കും. ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലെ ആളുകളും ഇങ്ങനെ ഓരോ സംഭവം കൊണ്ട് ഇറങ്ങിയിരിക്കണം. ഇപ്പം ഇത് നമ്മളെ കാക്കയാണ്, പരിചയക്കാക്കയാണ്. സോ ഒരു കടലപ്പൊതിയൊക്കെ മേടിച്ചു. ഇയാൾ മുണ്ടപ്പെട്ടി അമ്പലത്തിലും വരാറുണ്ട്, അതുകൊണ്ട് നമ്മൾ അറിയുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവട്ടെ അല്ലേ. ഇവിടെ ഒന്നും എൻ്റെ ഐസുവിനൊരു കുഴപ്പമില്ല കേട്ടോ. അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ അവൾ ഇതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ കടന്നു വരും. പക്ഷേ ഒരു സാധനമുണ്ട്, ഈ ഒരു സാധനത്തിൻ്റെ മുന്നിൽ നമുക്ക് അവൾ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഈ ഒരു നൃത്തത്തിൽ നമ്മൾ എങ്ങനെ മേടിച്ചു കൊടുക്കായിരിക്കും. അങ്ങനെ അവൾ നിൽക്കുന്നത് കണ്ടോ, എന്ത് പാവമായിട്ട് ക്യൂട്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓൾക്കൊരു ഐസ്ക്രീമും ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. then ഞങ്ങൾ തിരിച്ചു പോരാണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആളുകൾ വരൽ തുടങ്ങി കണ്ടോ. നേരത്തെ വീട്ടിലുള്ള ആളുകൾ വന്നില്ലേ. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ വരൽ തുടങ്ങി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കാത് കുത്തി കൊടുക്കുക. നമ്മളൊരു നെഗറ്റീവ് ഇടല്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ കാത് കുത്താതിരിക്കുക. ഇതിന് അത്രയും അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൊന്നും ആരും പിയേഴ്സിങ് ചെയ്യാതിരിക്കുക. ദെൻ ഞങ്ങൾ അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ ആളുകൾ കൂടി വരികയാണ്. പിന്നെ ജിലേബി, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ആർക്കൊക്കെയാണ് ജിലേബി ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ അറിയാലോ, ഒന്നും വേണ്ടെങ്കിലും നമ്മളിതൊക്കെ ഇങ്ങനെ കയറി ഷൂട്ട് ചെയ്ത് പോവും. സോ ഇത് കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മളെ മക്കളൊക്കെ. കാരണം ആ കുട്ടി 2 മക്കളാണ്, ഒരേ പ്രായക്കാർ. സോ എനിക്കത് ഭയങ്കര ഇമോഷണലായിട്ട് എന്നെ ഫെൽറ്റ് ചെയ്തു, എന്താണെന്നറിയില്ല. സോ ഞങ്ങളവിടുന്ന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇടയ്ക്കരൻ്റെ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ രാത്രി തന്നെ വരണം. കാരണം ഇടയ്ക്കരൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇടയ്ക്കരൻ്റെ ഒരു ഫേസേ മാറും രാത്രി സമയങ്ങളിൽ. സോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷോർട്സിൽ പോകാമെന്നാണ്. ഷോർട്ട് സീറ്റിൽ പോകാമെന്നാണ്. സോ ഞങ്ങൾ അവിടെ എത്തി. ഹൈസുവാണ് ഓർഡർ എടുക്കുന്നത്. അസ് യൂഷ്വൽ ഓളെ ചോയ്സ് എത്തി. ഓളിതിങ്ങനെ ചോദിക്കണത് എന്താന്ന്. എൻ്റെ മെനു വെയിറ്റ് ചെയ്ത് കുഴങ്ങിയാണ്. ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഓൾ പറയാം അതിന് മുമ്പ് കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഹൈസുവാണ് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. സോ ഇതോളെ ഇതിൻ്റെ ഹൈസുവിൻ്റെ യൂണിവേഴ്സൽ സിമ്പിളാണ്. എന്ത് കഴിച്ചാലും ഇങ്ങനെ പറയും കേട്ടോ. അതന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ചേണ്ടത്. കോഴി വരെ ഇപ്പോൾ നൈറ്റ് വൈബിലാണ് ഗൈസ്. ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഒരു കോഴി ഞങ്ങൾ വന്നപ്പോഴും പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. സോ അത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.